പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന് യേശു അല്ലാതെ വേറെ മക്കളുണ്ടായിരുന്നു എന്നതാണ്. ബൈബിൾ വാക്യങ്ങളുടെ പ്രയോഗശൈലിയും അത് രേഖപ്പെടുത്തപ്പെട്ട പശ്ചാത്തലവും അപഗ്രഥിച്ച് വിലയിരുത്താതെ വെറും വാചാർത്ഥ്യത്തിൽ മാത്രം കാണുകയും ദൈവവിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അനേകം പേർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ് മറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നുവെന്ന അഭിപ്രായം. ഒന്ന് രണ്ട് ബൈബിൾ വചനങ്ങൾ ഞാൻ പറയാം. ഒരു വചനം ഇപ്രകാരമാണ്: പുത്രനെ പ്രസവിക്കുന്നതുവരെ ജോസഫ് അവളെ അറിഞ്ഞില്ല. അതിനുശേഷം അറിഞ്ഞു എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നതെന്ന് ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. യേശുവിൻ്റെ കന്യകാജനനത്തെയും മറിയം ഗർഭം ധരിച്ചതിൽ ജോസഫിന് യാതൊരു പങ്കുമില്ല എന്ന വസ്തുതയെയും സ്ഥാപിക്കുകയാണ് സുവിശേഷകന്റെ ലക്ഷ്യം. ഒരു ഉദാഹരണം പറയാം. വചനം ഇപ്രകാരം പറയുന്നു: 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. വെള്ളം വറ്റിയതിനു ശേഷം അത് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നുവെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അടുത്തൊരു വചനം ഇപ്രകാരമാണ്: അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. മോശയുടെ നിയമമനുസരിച്ച് ആദ്യജാതനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് കാഴ്ചവെക്കണമെന്ന പതിവിനെക്കുറിച്ച് വായനക്കാരെ ധരിപ്പിക്കുകയാണ് ഇവിടെ സുവിശേഷകന്റെ ലക്ഷ്യം. യേശു ജനിച്ചതിന് ശേഷം വേറെ മക്കളുണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നില്ല. ബൈബിളിലുള്ള മറ്റൊരു പരാമർശമാണ് യേശുവിൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും പറ്റിയുള്ള പരാമർശം. നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സഹോദരരുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങളാണ് എന്നതുപോലെ യേശുവിനും സഹോദരന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അല്ലാതെ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നില്ല. യേശുവിന് 12 വയസ്സാകുന്നവരെ മറിയത്തിന് വേറെ മക്കളില്ലായിരുന്നു എന്നതിന് തെളിവാണ് ലൂക്കാ സുവിശേഷത്തിൽ കാണുന്നത്. പെസഹ തിരുനാളിന് ജോസഫും മറിയവും ജെറുസലേമിൽ പോയപ്പോൾ യേശു മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവിടെ പ്രതിപാദിക്കാതിരിക്കുകയില്ല. യേശുവിൻ്റെ മരണം വരെ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നില്ല എന്നതിന് തെളിവാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന തൻ്റെ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ലായിരുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. മറിയത്തിന് യേശു അല്ലാതെ പരിശുദ്ധ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു. യേശു അല്ലാതെ പരിശുദ്ധ മറിയത്തിന് വേറെ മക്കളില്ലായിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പരിശുദ്ധ മറിയത്തിന് ഒരു ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ചില വിവാഹക്കാര് പരിശുദ്ധ മറിയത്തിന് 8 മക്കളുണ്ടെന്ന് പറയുന്നത്? എങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ബൈബിൾ വെച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന് ഒരു കാരണവശാലും 8 മക്കൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ യോസേപ്പ് പിതാവ് കുരിശിൻ ചുവട്ടിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ യേശു മരിക്കുമ്പോൾ അതിനു മുമ്പ് യോസേപ്പ് പിതാവ് മരിച്ചുപോയി എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഈ മറിയത്തിന് 8 മക്കളുണ്ടെന്ന് അവര് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ മറിയം എന്ന പേര് ആ കാലത്ത് സർവ്വസാധാരണമായിരുന്നു. നമ്മൾ ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ പല മറിയം എന്ന പേരുകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ മറിയം എന്നുള്ള പേരിന് മക്കളെല്ലാം കൂടെ പറയുമ്പോൾ 8 മക്കളുണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ അത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മക്കളല്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന് ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു മാത്രമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ യേശു രൂപപ്പെടുന്നത്
പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. കന്യക ഇതിനു മുമ്പ് ഗർഭധാരണം കന്യകയുടെ ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കന്യകകള് 7 പേര് പുരുഷന്റെ സംസർഗമില്ലാതെ ഗർഭിണിയായതായി ലോകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായും യേശുവിന് ജന്മം കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നേരിട്ടാണ് പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയായത്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ മാതാവിനോടുള്ള ഭക്തി നമുക്ക് വളരെ നല്ലതാണ്. മാതാവിനോട് ഭക്തിയുള്ളവരെ എളുപ്പത്തിലൊന്നും പിശാചിന് തോൽപ്പിക്കാൻ പറ്റുകയില്ല. ഒരു സാത്താൻ സേവക്കാരന്റെ അടുത്ത് നമ്മൾ പിശാചിനെ ആരാധിക്കാൻ ചെല്ലുകയാണെങ്കിൽ ആദ്യമായി സാത്താൻ സേവക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് പരിശുദ്ധ കന്യാമറിയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തോട് നിങ്ങൾക്ക് ഭക്തിയുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തോട് നമുക്ക് ഭക്തിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സാത്താൻ സേവക്കാരൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്: പരിശുദ്ധ അമ്മേനെ തള്ളി പറയണം. അങ്ങനെ തള്ളി പറയാതെ ഇവിടെ സാത്താൻ സേവ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പലരോടും സാത്താൻ സേവക്കാർ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഭക്തനെ പിശാചിനെ ആരാധിക്കാൻ പറ്റാത്തത്? ഒറ്റ കാര്യമുള്ളൂ: പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് പിശാചിന്റെ ശത്രുവാണ്. പിശാചിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് പരിശുദ്ധ അമ്മയോടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ മുമ്പിൽ തോക്കാൻ പിശാചിന് യാതൊരു മടിയുമില്ല. അത് പിശാചിന് നന്നായിട്ട് അറിയാം, ദൈവത്തിനുള്ള ശക്തിയുണ്ട്, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ തോക്കുമെന്ന്. എന്നാൽ ഒരു മനുഷ്യ സ്ത്രീയുടെ മുന്നിൽ പിശാചിന് തോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധ കന്യാമറിയം ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു. ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ ജീവിച്ച ഒരാളായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ആ പരിശുദ്ധ കന്യാമറിയത്തിന് സ്വർഗം ഇത്രയും വലിയ സ്ഥാനം കൊടുത്ത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുത്ത് മനുഷ്യ സ്ത്രീയുടെ മുമ്പിൽ തോക്കണം എന്ന് ഓർക്കുമ്പോൾ പിശാചിന് വളരെ വിഷമമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ തോക്കണതിന് പിശാചിന് ഒരു പാടുമില്ല. പക്ഷെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മുമ്പിൽ തോക്കണതിന് പിശാചിന് വളരെ വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു കൊന്തയെങ്കിലും വെച്ച് ചെല്ലുകയാണെങ്കിൽ പിശാചിന് ഒരു കാരണവശാലും നമ്മളെ തൊടാൻ പറ്റുകയില്ല. ഈ പരിശുദ്ധ അമ്മയുടെ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാചിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ ജപമാല ചെല്ലുന്നത് ശീലമാക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തോടെ നമ്മൾ മാധ്യസ്ഥം ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഇത്ര നേരം ഞാൻ ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധാമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാമ്മയ്ക്ക് വേറെ മക്കളില്ലായിരുന്നു. യേശു മാത്രമേ പരിശുദ്ധാമ്മയ്ക്ക് മകനായി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാണ്. ഇത്ര നേരം എൻ്റെ ടോക്ക് കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.